അരുത്, അരുത്, അരുത്. ക്രിസ്തുവേഷം കെട്ടിച്ച് ക്രിസ്തുവിനെ നാൽക്കവലകളിൽ അവകാശനാക്കുന്ന ഈ പെന്തക്കോസ് തോന്നിവാസം അരുത്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന നാടകങ്ങളിലൊക്കെ ക്രിസ്തുവേഷം കെട്ടി പലരും അഭിനയിക്കുന്നുണ്ട്. കുരിശും വഹിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ നോമ്പ് കാലത്ത് ക്രിസ്തുവേഷം കെട്ടി പലരും അഭിനയിക്കുന്നുണ്ട്. അതൊക്കെ ക്രിസ്തുവിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. എന്നാൽ തെരുവീഥികളിൽ 4 ആൾ കൂടാൻ വേണ്ടിയിട്ട് ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടി ഒരാളെ ക്രിസ്തുവേഷം കെട്ടിച്ചിങ്ങനെ അവതരിപ്പിക്കുന്ന തോന്നിവാസം ഈ പെന്തക്കോസ്തർ അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. ആരും നിയന്ത്രിക്കാനില്ല, ആർക്കും എന്തുമാകാവുന്ന ഒരു അരാജകത്വത്തിൻ്റെ ഒരു ദുർവിശേഷ പ്രസംഗം അതല്ലേ? അതിനെ ചൂട് പിടിക്കാനല്ലേ ഇങ്ങനെയൊക്കെ വേഷം കെട്ടിക്കുന്നത്? ഇനി ഈ വേഷം കെട്ട് മാത്രമാണോ? ഇവരുടെ പാട്ടുകൾ ശ്രദ്ധിച്ചേ. പാട്ടുകൾ തന്നെ എത്രയോ വൈകൃതമായിട്ടാണ് പോകുന്നത്. ആ പാട്ട് കെട്ടി നോക്കിക്കൊന്ന്. DJ പാട്ടിലൂടെ ആളെ കൂട്ടിയാണോ സുവിശേഷം പ്രസംഗിക്കേണ്ടത്? അതുകൊണ്ട് ആർക്കെന്ത് ആത്മീയ അനുഭവം ഉണ്ടാകുന്നത്? ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ ആരും ഇല്ലല്ലോ. തോന്നിവാസമല്ലേ നടക്കുന്നത്? ആരും പ്രതികരിക്കാനുമില്ലാത്ത അവസ്ഥ. ഇത് മാത്രമാണോ? സുവിശേഷ പ്രസംഗ വേദിയിൽ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതോ സുവിശേഷ വചനങ്ങൾ പ്രസംഗിക്കുന്നതോ വലിയ ഗുണ്ടായുസമായിട്ട് അവതരിപ്പിച്ചിട്ട് ഫലത്തിൽ കേൾവിക്കാരുടെ മുമ്പിൽ, കാണികളുടെ മുമ്പിൽ, പ്രേക്ഷകരുടെ മുമ്പിൽ ക്രിസ്തു അവഹേളന പാത്രമാവുകയാണ്. അതല്ലേ ഇവരുടെ ശരിയായ പല പ്രസംഗങ്ങളും? പ്രശസ്തരായ പലരുടെയും പ്രസംഗങ്ങൾ ക്രിസ്തുവിനെ അവഹേളിക്കുന്നതാണ്. ആ പ്രസംഗങ്ങൾ കേട്ടു നോക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ കൈ ചുരുട്ടിയാൽ എൻ്റെ അമ്മാടമ്പി സ്വഭാവം പുറത്തു പുറത്തു വരിക. കൈ മേളോട്ട് കയറിയപ്പോ എനിക്ക് ധൈര്യം, പഴയ ശീലമാണ്. കൈ ഇങ്ങനെ ചുരുട്ടി കയറ്റിയ ശീലം. ഇത് കണ്ണൂരിൽ നിന്ന് കുറച്ച് ദൂരമുണ്ടല്ലോ. കണ്ണൂരിൽ നിന്ന് കുറച്ച് ദൂരത്താ താമസിക്കുന്ന. കുറച്ച് വാടക ചോദിക്കുന്നതിനപ്പുറത്തോട്ട് പറയരുത്. മൈക്കെടുത്ത് ഞാൻ എറിയും. ഞാൻ ഇവിടെ വെച്ച് നിർത്തും. ഗുണ്ടായിസം പ്രസംഗിക്കുന്നത് കണ്ടു നോക്കൂ. ഈ മുടിഞ്ഞ് മുണ്ടക്കോലുതല്ലി ശാപം പിടിച്ചു പോകത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണ്. ായിട്ടല്ലേ നിൽക്കുന്നത്, കയ്യെ ഗ്ലാസുമായിട്ടല്ലേ നിൽക്കുന്നത്. ഈ പെന്തക്കോസ് പ്രസംഗങ്ങളിലൊക്കെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പോക്കറ്റ് വീർപ്പിക്കൽ. ഇപ്പോഴത്തെ പ്രധാന പ്രസംഗകരുടെയൊക്കെ ഗുരുവായ പ്രസംഗകൻ പോക്കറ്റുകാരി എന്ന് പ്രസംഗിക്കുന്നത് കേട്ടെ. എന്റെ പോക്കറ്റിലോട്ട് ഇടുന്നത്
എനിക്ക് വേണ്ടിയാണ്. എനിക്ക് എത്ര പോക്കറ്റ് ഉണ്ടെന്നറിയാം. ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, 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 ഇവിടെ 2 പോക്കറ്റ് ഉണ്ട്. 2 എന്തിനാണെന്നറിയാം? ആർക്കെങ്കിലും ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പോക്കറ്റ് ഇടാം. നിങ്ങൾ ഇട്ട് നോക്ക്, ഞാൻ വാങ്ങിക്കും. ഇവരുടെ കേരളത്തിൽ ഏറ്റവും ആൾ കൂടിയിരുന്ന സ്വർഗീയ വിരുന്ന് എന്ന പേര് നടത്തിയിരുന്ന പരിപാടിയിൽ 2019 നടന്ന വലിയൊരു പ്രവചനം കേൾക്കണം. 2020 ആ ഹാള് നിറയെ ആളായിരിക്കും, അവിടെ സ്ഥലം തികയില്ല എന്ന് പറഞ്ഞ ഉൾപ്പെടെ തങ്കു ബ്രദറുടെ പ്രവചനം ഒന്ന് കേട്ടെ. Every place wherever you are worshipping 2020, you will have a very good complaint. Our place is not enough. കണ്ണാലെ കാണും, കയ്യാലെ തൊടും, ഇത്ര നാളും കേട്ടിട്ടല്ലേ ഉള്ളൂ. അനുഗ്രഹം എന്താണ്? കളപ്പറകൾക്ക് വെക്കാൻ പറ്റാത്ത വിധം. 2019 കത്തോലിക്ക സഭയിലേക്ക് സരിത്ത് വരുന്നത് 2020 നടക്കാൻ പോകുന്ന വലിയ അഭിഷേക ശുശ്രൂഷകളെ മുൻനിർത്തിയാണെന്നാണ് പറഞ്ഞത്. വലിയ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ സംഭവിക്കുന്ന വലിയ അഭിഷേകത്തെ നാളുകൾ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു വ്യക്തിക്ക് പറ്റില്ല. വലിയ പ്രസ്ഥാനത്തിലേ പറ്റുള്ളൂ. കണ്ണു കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഇന്നുവരെ നടക്കാത്ത അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞു. അത് ആ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കത്തോലിക്ക സഭയിലേക്ക് പോരാൻ കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞ് പോരുന്നത്. ആ വെടിപൊട്ടികളൊന്ന് കേട്ടെ. 2020 എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ലോകവ്യാപകമായി ഒരു വലിയ ഉണർവ് കത്തിപ്പടരാൻ പോവുകയാണ്. വലിയ ഉണർവ്. അപ്പം അതിന് മുന്നോടിയായിട്ട് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞ ഒക്ടോബർ മാസത്തിൽ കേട്ട ദൈവശബ്ദമാണ് ഞാൻ ഈ പറയുന്നത്. ഒക്ടോബർ മാസത്തിൽ കർത്താവ് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഡിസംബർ മാസത്തിൽ തന്നെ ഈ സ്റ്റെപ്പ് വെച്ചത്. കാരണം 2019 തീരുന്നതിന് മുമ്പ് ഇത് വിളംബരം ചെയ്യണമെന്ന് ഉള്ള ബോധ്യം ദൈവത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, ഈ ഉണർവിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഈ വലിയ നടക്കാൻ പോകുന്ന വലിയ ഉണർവിനെ, ആ ഉണർവ് ലോകത്തെ കീഴ്മേ മറിക്കും. 2020 തീരുന്നതിന് മുമ്പ് നമ്മൾക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും, ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളത് കാണുന്നു, ഓരോ തെരുവുകളിലും ഞങ്ങളത് കാണുന്നു. അതിൻ്റെ സമയമായി. പ്രത്യേകിച്ച് ഇന്ന് ശുശ്രൂഷയിലായിരിക്കുന്നവരോട് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, വലിയൊരു മാനസിക ഒരുക്കത്തിന് വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കിക്കോ. 2020 അതിൻ്റെ സമയമാണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിനും വളരെ നിർണായകമായ ഒരു റോളുണ്ട്. ഇല്ലെങ്കിൽ ഞാനിന്നിവിടെ വരികയില്ല. ഞാൻ ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ പോട്ടയിലും മുരിങ്ങൂരും ഒക്കെ പോയി ഇതേ കാര്യം തന്നെ അച്ഛന്മാരോടും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുകയായിരുന്നു. കാരണം ഇതാ നിയോഗത്തിൻ്റെ സമയമാണ്. ഒരു വലിയ ദർശനം മുന്നേ കണ്ടു കഴിഞ്ഞു. അത് സംഭവിക്കുന്നത് നമ്മൾ കണ്ണാലെ കണ്ട് തൃപ്തി അടയും. അതിന് ദൈവം നമ്മെ ഉപയോഗിക്കാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്ന വാക്ക് എഴുതി വെച്ചോ. 1000 ഒരുമിക്കും ഇതിനകത്ത്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഇത്രയും ജനമൊന്നുമല്ല. ഇതിനകത്തൊരു കസേര പോലും ഇടാൻ കഴിയാത്ത തരത്തിൽ ഇതെല്ലാം മാറ്റിയിട്ട് അവിടെ എല്ലാം ആൾക്കാരിരിക്കുന്ന വലിയ സംഗമങ്ങൾ ഇവിടെ എഴുന്നേൽക്കും. മുടന്തം നടക്കും ബ്രദറെ, വാ. മുടന്തം നടക്കും ബ്രദറെ. ഊമൻ സംസാരിക്കും ബ്രദറെ. മരിച്ചവർ ഉയർക്കും. ചെകിടന്റെ ചെവി കേൾക്കും. കുരുടനായി ജനിച്ചവൻ നടന്ന് കണ്ണ് തുറന്ന് ഇതിലൂടെ കയറിപ്പോവും. നമ്മളതിന് സാക്ഷ്യം വഹിക്കാൻ പോവാണ്. It has started. 2020 വലിയ അഭിഷേകത്തിന് ശുശ്രൂഷയായിരിക്കുമെന്ന് വലിയ പ്രത്യാശയോടെ പ്രവചിക്കുന്നു. നോക്കണം. ഒരു അഭിപ്രായം പറയുകയല്ല, ഒരു വീക്ഷണം അവതരിപ്പിക്കുകയല്ല, ഒരു നിരീക്ഷണം അവതരിപ്പിക്കുകയല്ല, ദൈവിക സന്ദേശം കിട്ടി അവതരിപ്പിക്കുകയാണ്. 2020 വലിയ ഗംഭീരമാകുമെന്ന്. എന്നിട്ടോ എന്തുണ്ടായി? ഒരു ധ്യാന സെൻറ്ററിൽ, ഒരു പ്രാർത്ഥനാ ഹാളിൽ 4 ആൾ കൂടിയോ? ചീറ്റിപ്പോയില്ലേ? എന്നിട്ടും നാണമില്ലാതെ പരസ്യമായിട്ട് പ്രവചിക്കില്ലേ ഇവർ? കാരണം നിങ്ങൾ ആ ന്യൂ ഇയർ മെസ്സേജ് കേൾക്കുമ്പോൾ, ന്യൂ ഇയർ മെസ്സേജ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്ത് ദർശനത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കേവലം 1000-ഓ 10,000-ഓ വരുന്ന വിശ്വാസികൾക്ക് മാത്രമുള്ള ഒരു സന്ദേശമല്ല. ലോകത്തിലെ ഭരണാധികാരികളെ ദൈവം ഒരുമിപ്പിക്കാൻ പോകും. അതിർത്തികളിൽ ഐക്യത വ്യാപിക്കാം. മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കാം. 2020 തീരുന്നതിന് മുമ്പേ സകല പ്രതിരോധങ്ങൾ മാറും. എല്ലാ രാജ്യങ്ങളും തമ്മിൽ നടക്കാൻ പോവാ. ഇപ്പൊ നമ്മൾ പറയും ഖത്തർ പ്രതിരോധിച്ച് നിൽക്കുക, ഖത്തറിനോട് പ്രതിരോധിച്ച് നിൽക്കുക,
ഇവര് നമ്മെ പ്രശ്നമാണ്. നോക്കും, 2020 മുമ്പ് നിങ്ങൾ വായിച്ചിരിക്കും, സകല ഉപരോധങ്ങൾ എടുത്തു കളഞ്ഞു. സംഭവിക്കാൻ പോവാ. അത് അതിന്റെ അകത്ത് നമ്മൾ ഒരു കാരണവശാലും ഇനി ചിന്തിക്കേണ്ട. ഞങ്ങൾക്ക് ഇസ്രായേലിൽ പോയവന്റെ പാസ്പോർട്ട് പോലും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവര് എന്ത് ചെയ്യാൻ പോവുക? ഏകാത്മാവിൽ ഒരുമിക്കും. ഇത് കേട്ടോ, ഇത് കേവലം ഒരു മേഖലയിൽ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ അറിവുള്ളവരോട് എല്ലാം ഈ ഇൻഫർമേഷൻ ഈ വർഷം തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ എത്രയോ വലിയ മാറ്റങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 2020 നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് സരിത്ത് പറയുന്നത്. അവിടെ എന്താ ഉണ്ടായത്? നമുക്ക് ചരിത്രം അറിയാവുന്നതല്ലേ, ആലോചിച്ച് നോക്ക്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് ഇതൊക്കെ പറയുന്നത്. 2019 കൊറോണ ചെറുതായിട്ട് ആരംഭിച്ച സമയത്ത്, കുവൈറ്റിൽ ഉൾപ്പെടെ പലയിടത്തും ചെറുതായിട്ട് ആരംഭിച്ച സമയത്ത്, അത് അപ്പോൾ തന്നെ വൈറസിനെ കത്തിച്ച് കളഞ്ഞൊരു പ്രവാചകനെ കണ്ടോ? നോക്കിക്കോ കേട്ടോ. പ്രിയപ്പെട്ട സഭയോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഭയപ്പെടുന്ന ജനത്തിനിടയിൽ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, രാജ്യങ്ങള് ഭീതിയിലായിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ തീ, സൗഖ്യമാക്കുന്ന തീ, അത്ഭുതത്തിന്റെ തീ ഇന്നിവിടെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആ തീ പുറപ്പെട്ടു കഴിഞ്ഞു. കുവൈറ്റിനോട്, ദോഹയോട്, ദുബായോട് അവൻ ദൈവത്തിന്റെ ആത്മാവ് ഗൾഫ് രാജ്യങ്ങളോട്, യുഎഇയോട് വിളിച്ചു പറയുക, തീ പുറപ്പെട്ടു. ഇതാ തീ പുറപ്പെട്ടു കഴിഞ്ഞു. അടുത്ത വാക്യം, തീ പുറപ്പെട്ട അവൻ വൈരികളെ സംഹരിച്ചു കളയുന്ന തീ, അവൻ വൈരികളെ സംഹരിച്ചു കളയുന്ന തീ, അതാൽ അതിനെ കത്തിച്ചു കളയുന്ന തീ, കൊറോണയുടെ വൈറസുകളെ കത്തിച്ചു കളയുന്ന ദൈവത്തിന്റെ തീ. സൂപ്പറായിട്ട് കത്തിച്ചു കളഞ്ഞു. പല രാജ്യങ്ങളും കൊറോണ വൈറസിനെ കത്തിച്ചു കളഞ്ഞ് തീ അങ്ങ് പുറപ്പെട്ടില്ലേ? എന്ത് നാണം കെട്ട വാക്കുകൾ ഇതൊക്കെ. കർത്താവിൻ്റെ നാമത്തിലാണ് പറയണത്, പരസ്യമായിട്ട് ആയിരങ്ങളിൽ ലക്ഷങ്ങൾ കേട്ടത്. ഈ പ്രവചനങ്ങളെല്ലാം അവഹേളിക്കപ്പെടുമാറ്, പ്രസംഗങ്ങളിലൂടെ അവഹേളിക്കപ്പെടുമാറ്, പാട്ടിലൂടെ അവഹേളിക്കപ്പെടുമാറ് എല്ലാം അവതരിപ്പിക്കുന്ന ഈ സുവിശേഷ ദുർവിശേഷ പ്രസംഗങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആണോ അശുദ്ധാത്മാക്കളുടെ ആണോ എന്ന് ആലോചിക്കണം. ഈ പ്രസംഗത്തിന് ശേഷമാണ്, വൈറസിനെ തീയിട്ട് നശിപ്പിച്ച് ഉന്മൂലനാശം വരുത്തിയ ശേഷമാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് ലോകമെമ്പാടും പരന്ന് ഇത് ഇത്രമാത്രം ലോകത്തെ സ്തംഭിപ്പിച്ചത്. അപ്പോൾ ഈ പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ ഗ്രേഡ് ആലോചിച്ച് നോക്കണം. ഇതിങ്ങനത്തെ എത്ര വെടി പൊട്ടിച്ചിരിക്കുന്നു, എന്നിട്ട് നിർത്താറായിട്ടില്ല ഇവർക്ക്. നിർത്തി വീട്ടിലെന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ പറ്റുമോ? പിന്നെ ആളെ പറ്റിച്ച് പ്രവചിക്കുക, അതെല്ലാം കേൾക്കാൻ പറ്റില്ല. മൊണ്ണ വിശ്വാസികൾ, ഊള വിശ്വാസികൾ പുറകെ. ഒക്ടോബർ മാസം ഞാൻ പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത്, റെക്കോർഡ് ചെയ്ത് വെച്ച്. ഇതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ, എന്റെ മുറി വന്ന്. ലിസൺ, ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. മറ്റൊന്ന് കേൾക്കാം. നമ്മുടെയൊക്കെ ധ്യാന കേന്ദ്രങ്ങളിലും കൗൺസിലിംഗ് സ്ഥലങ്ങളിലൊക്കെ ഓരോരുത്തരും സന്ദേശം കിട്ടി, ദർശനം കിട്ടി, ഓരോന്നും ചോദിക്കാറുണ്ട്. വീട്ടിൽ അവിടെ കിണറുണ്ടോ, ഈ വീട്ടിൽ ഇവിടെ തൊഴുത്തല്ലേ ഇരിക്കുന്നത്, വഴിയിൽ ഇങ്ങനെയൊരു പ്രശ്നമില്ലേ എന്നൊക്കെ ചോദിക്കാറുള്ളതുണ്ടല്ലോ. അങ്ങനെ നിരവധി വർഷങ്ങളായി, എത്രയോ കാലങ്ങളായി പോട്ട ധ്യാനത്തിൽ ആരംഭിച്ച കാലം മുതൽ കത്തോലിക്ക സഭയിൽ, അതുപോലെ നിരവധി ഗ്രൂപ്പുകളിലൊക്കെ കൗൺസിലർമാരൊക്കെ ചോദിക്കാറുള്ളത് എല്ലാ പ്രാർത്ഥനക്കാരും ചെയ്യുന്ന പരിപാടികളാണ് പൊതുവെ അതൊക്കെ. എന്നാൽ അതിനെ ഒരു സ്റ്റേജിൽ അവതരിപ്പിച്ച് ഒരു സ്ത്രീയെ അവഹേളിക്കുന്ന രംഗം നിങ്ങൾ നോക്കുക. ആദ്യത്തെ പാക്കറ്റ് അവർക്ക് വേണ്ടി പൊട്ടുകയാണ് ഞാൻ കാണുന്നത്. ഭയങ്കര അഴിച്ചുപണിയാണ് നിങ്ങളുടെ ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളെ കുറിച്ച് പ്രവചിക്കാൻ പോവുകയാണ്. കർത്താവിനെ കാണിക്കുന്നത് പറയാൻ പോവുകയാണ്. ഇങ്ങനത്തെ പ്രാർത്ഥനകൾക്ക് നേരത്തെ പോയിട്ടുണ്ടോ? ഇങ്ങനത്തെ പ്രാർത്ഥനകൾക്ക് ഇല്ല. ഒരു പ്രാവശ്യം ഇവിടെ വന്നേ ഉള്ളൂ. ഞാനേ ഇവിടെ നിന്ന് നിങ്ങളുടെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് വരുമ്പോ ഒരു ഫോറസ്റ്റിന്റെ ഓഫീസ് എനിക്ക് കാണാം. ശരിയാ, റോഡിന്റെ താഴെയായിട്ടാണ് നിങ്ങൾ താമസിക്കുന്നത്. അതെ, ഓടും ഷീറ്റൂടിട്ടൊരു വീടാണ് നിങ്ങൾ താമസിക്കുന്നത്. ആ വീടിന്റെ പടിക്കലോട്ട് കയറി വരുമ്പോൾ
ഇങ്ങോട്ട് ഈ സൈഡിൽ പൊളിഞ്ഞു കിടക്കുന്ന ഒരു മതിൽ എനിക്ക് കാണാം. ഉണ്ട്. അകത്തോട്ട് വരുന്നതിന് മുമ്പ് ഒരു തെങ്ങ്, ഒരു പേര. ഉവ്വ. അവിടെ അയ്യോ എന്നെ നിങ്ങളുടെ ഭിത്തിയിൽ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് ദൂതൻ നിൽക്കുന്നു. എന്നെ കുറച്ച് കാണിക്കുന്ന പറയാം, കൈമാറ്റ് കൈതമൂട്ടിൽ. കൈതമുണ്ടിയിൽ. എന്തോ അത് വീട്ടുപേരാണ്. 4 കട്ടിലുണ്ട്. അതിനകത്ത് ഒരു കട്ടിൽ ആ ഹാളിനകത്താണ് കിടക്കുന്നത്. ശരിയാണ്. അടുക്ക് ഒരു മുറിയിൽ ഒരു കട്ടിൽ കിടപ്പുണ്ട്. അതിനകത്ത് താമസമില്ല. എന്തോ പേടിച്ച വാർത്ത അതിനകത്തുണ്ട്. കുഞ്ഞവിടെ നിന്ന് വീണായിരുന്നു. 2 കട്ടിൽ ഒരുമിച്ചിട്ടാണ് ഇപ്പോൾ താമസിക്കുന്നത്. വെയിറ്റ്, അടുത്തൊരു അടയാളം. ഈ വീടിന് കിണറില്ല. ഇല്ല. നമ്മുടെ ഇവിടെ ക്യാൻസർ സൗഖ്യമായ അഭിനയവന്തി ഇതിനകത്തുണ്ടോ? ഓക്കെ, നിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ പേര് അഭിനയവെന്നാണ്. ഈ പ്രസംഗകൻ എന്തോ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുത സിദ്ധിയുള്ള ആളാണെന്നാണ് പറയുന്നത്. ആർക്കും ശേഖരിക്കാവുന്ന വിവരങ്ങൾ ആണ് ചോദിക്കുന്നത്. ഇനി ദർശനമാണെന്ന് തന്നെ വെക്കുക, ആ തത്സമയ ദർശനം കിട്ടി ചോദിക്കുന്നതാണെന്ന് തന്നെ വെക്കുക. എങ്കിൽ തന്നെയും ആ സ്ത്രീയുടെ എന്ത് പ്രശ്നം പരിഹരിച്ചു? ആ സ്ത്രീയുടെ അവഹേളന പത്രമാക്കുക ചെയ്യുന്നത് ഫലത്തിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട്. എന്നിട്ടോ ഒടുവിൽ ചോദ്യമെല്ലാം കഴിഞ്ഞിട്ട് മറ്റൊരു സൗഖ്യം നേടിയ കുട്ടിയിലേക്ക് വിഷയം മാറി. ഈ സ്ത്രീ അവിടെ ഒഴിവായി. ഈ സ്ത്രീയുടെ വീട്ടിൽ കട്ടിൽ അറേഞ്ച് ചെയ്തിടുന്ന വിഷയങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്തിന് ഒരാളുടെ വീട്ടിലെ കട്ടിൽ അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയാണോ പൊതു വേദിയിലെ പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ കട്ടിൽ അറേഞ്ച് ചെയ്യുന്നതാണ് അത്ര വലിയ കാര്യം. വലിയ മഹാത്ഭുതം ചെയ്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണത് പരിശുദ്ധാത്മാവ് ഒന്നുമല്ല, ദർശനമാണെങ്കിൽ പോലും. അതുകൊണ്ട് എന്ത് പ്രയോജനം ആ സ്ത്രീക്ക് ഉണ്ടായി? ആ സ്ത്രീ എന്തെങ്കിലും പ്രശ്നം പരിഹരിച്ചോ? ഭയങ്കര അഴിച്ചുപണിയാണ് നിങ്ങളുടെ ഇവിടെ നടക്കാൻ പോകുന്നത്. വലിയ 3 നില മണിമാളികളൊക്കെ ഉള്ളവരൊക്കെ അവിടെ ഇരിക്കുന്നിടത്ത് ഓടും ഷീറ്റും ഇട്ട വീട് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറയേണ്ടി വന്ന സ്ത്രീ തൊലിയിരിഞ്ഞു പോകുന്ന ഇളിഭയാകുന്ന അവസ്ഥയില്ലേ? ഇതുപോലെ നിരവധി പേരെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നത് വഴി അവരെ ഇൻസൾട്ട് ചെയ്യുകയാണ്, പരസ്യമായി ആക്ഷേപിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.